ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസ്പയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പുതിയ ഹിമാലയൻ, അതായത് ഹിമാലയൻ 450യുടെ അക്സസറീസിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് ന്യൂ ഹിമാലയൻ 450യുടെ പാനിയേഴ്സ് ആണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിങ്ങിലാണ് കമ്പനി നമുക്ക് അയച്ച് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാനിയേഴ്സാണ് വരുന്നത്. ഇത് റൈറ്റ് സൈഡ് പാനിയറാണ്, ഇത് ലെഫ്റ്റ് സൈഡ് പാനിയറാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ടെടുക്കാം. ഇതാണ് നമ്മുടെ റൈറ്റിലെ പാനിയർ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്കിലാണ് അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ലോക്ക് നമുക്ക് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പം ഇങ്ങനെയാണ് ലോക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബീഡിങ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാട്ടർ പ്രൂഫാണ്, നല്ലതായിരുന്നു. പിന്നെ ഇതിനകത്ത് രണ്ട് റിഫ്ലക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് സൈഡിലും ബാക്കിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് അതിൻ്റെ കീസ് വരുന്നുണ്ട്. രണ്ട് കീ ഉണ്ട് ഒരു പാനിയറിന്. പിന്നെ ഇതിനകത്തൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി പാനിയർ വെച്ചിട്ട് 112 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകുന്നത് അത്ര സേഫ് അല്ല. അപ്പോൾ 112-നകത്ത് പോകുന്നതാണ് സേഫ്. അപ്പോൾ ഇതിന് മുകളിൽ നമുക്കിവിടെ സാധനങ്ങളൊക്കെ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ എംപോസിങ് വന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ പാനിയേഴ്സിലാണ് ഇത് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പാനിയർ. പിന്നെ ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ അകത്തുനിന്നാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ലൂസാവും. ലൂസായിട്ട് നമ്മളിത് പൊസിഷനിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഏത് പൊസിഷനാണോ ആ പൊസിഷനിൽ വെച്ച് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് പാനിയർ ലോക്ക് ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പാനിയേഴ്സ്. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഇത് രണ്ട് സൈഡ് ബൈ സൈഡ് നമ്മൾ വെച്ചേക്കാണ്. അത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പാനിയേഴ്സ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. നമുക്കൊരു ട്രിപ്പിനൊക്കെ പോകാൻ നമ്മുടെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സൈസ് ഉണ്ട് ഇതിനകത്ത്. ഇത് നമ്മുടെ ഹിമാലയൻ 450യുടെ പാനിയേഴ്സിൻ്റെ മൗണ്ടിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് എടുക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ഫാസ്റ്റനേഴ്സ് ഉണ്ട്, കുറേ നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പാനിയേഴ്സിൻ്റെ മൗണ്ടിങ് പിടിപ്പിക്കാനുള്ള ഫാസ്റ്റനേഴ്സ്. ഇത് ബുഷും പിന്നെ നട്ട് ബോൾട്ട് അത്യാവശ്യം നട്ടും ബോൾട്ടുമാണ്. ഇനിയും ബാക്കി ഇതിനകത്തുള്ളത് രണ്ട് സൈഡിലെ പാനിയറിൻ്റെ മൗണ്ടുകളാണ്. ഇതാണ് ഒരു സൈഡിലെ പാനിയർ മൗണ്ട്. അപ്പോൾ ഇതതിൻ്റെ റിഫ്ലക്റ്റേഴ്സാണ്. ഇതതിൽ ഫിക്സ് ചെയ്യാനുള്ള റിഫ്ലക്റ്റേഴ്സാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇത് ലെഫ്റ്റ് സൈഡിലെ പാനിയറിൻ്റെ മൗണ്ടാണ്. ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഹിമാലയൻ 450യുടെ രണ്ട് പാനിയറിൻ്റെ റെയിൽസ് അല്ലെങ്കിൽ മൗണ്ടിങ്സ് നമ്മൾ പറയും. ഇത് ലെഫ്റ്റ് സൈഡിലത്തെ പാനിയർ റെയിൽസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് സൈഡിലത്തെ പാനിയറിൻ്റെ മൗണ്ടിങ്സ് ആണ്. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ഹിമാലയൻ, അതായത് ഹിമാലയൻ 450യുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ലാണ്. അപ്പോൾ ഇത് നല്ലൊരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല്. പിന്നെ അതിൻ്റെ ഫാസ്റ്റനേഴ്സ് ഒക്കെയാണ്, അതിൻ്റെ മൗണ്ടിങ് ബോൾട്ട്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പാക്കിങ് അത്യാവശ്യം നല്ലതാണ്. ഇതാണ് ഹിമാലയൻ 450യുടെ ഹെഡ്ലൈറ്റ് ഗ്രില്ല്. പിന്നെ അതിൻ്റെ മൗണ്ടിങ്സ് ഒക്കെയാണ് ബാക്കിയുള്ളത്. ഇതിൽ വന്നിരിക്കുന്നതല്ല
അതിൻ്റെ ഇതെല്ലാം അലൻ കീയും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് റോയൽ എൻഫീൽഡിന്റെ ടൂറിംഗ് മിറേഴ്സ് ആണ്. അത് ജനറലായിട്ട് എല്ലാ ബൈക്കിനും ഇന്റർസെപ്റ്ററിനും ഹിമാലയനും പുതിയ 450ക്കും എല്ലാത്തിനും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ പാർട്ട് നമ്പർ ഞാൻ കാണിക്കുന്നതാണ്. അപ്പം നല്ല പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. ഇതാണ്, ഇതിനകത്ത് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സ്റ്റഡി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കേൾക്കാം, നല്ല ക്ലിക്ക് സൗണ്ടോടുകൂടെ ഇത് അഡ്ജസ്റ്റ് ആവുന്നതാണ്. ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ടൂറിംഗ് മിറേഴ്സ്. ഇത് രണ്ടും ലെഫ്റ്റും റൈറ്റും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇത് അലൻ കീ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ക്ലിക്ക് മുമ്പ് നമ്മൾ കേട്ട പോലത്തെ ക്ലിക്ക് സൗണ്ടോടുകൂടെ അത് ലോക്ക് ആവുന്നതാണ് പൊസിഷനിൽ. ഇതാണ് മിറേഴ്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മിറേഴ്സാണ്. ഈ മിറേഴ്സിന് ഏകദേശം 7000 രൂപയാണ് നമുക്ക് പ്രൈസ് വന്നിരിക്കുന്നത്.